അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. രണ്ടു തരം മനുഷ്യരാണ് ഭൂമിയിലുള്ളത്. ഈ രണ്ടു തരം ആളുകളിൽ ആണും പെണ്ണും ഒരുമിച്ചു ചേരുന്ന ഒരു കുടുംബമായി ജീവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇതുവരെ നമ്മുടെ നാട്ടിലുള്ളത്. ഇതില് ഒരു ഭാഗത്ത് പെണ്ണുണ്ട്, ഒരു ഭാഗത്ത് ആണുണ്ട്. എൻ്റെ മുമ്പിൽ ഇപ്പൊ ഇരിക്കുന്നത് പുരുഷന്മാരാണ്, ആണുങ്ങളാണ്. നിങ്ങളൊക്കെ അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളൊക്കെ ആണായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടില്ലേ? ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് ധൈര്യത്തിൽ പറയാം, നമ്മൾ പുരുഷന്മാരാണ്. പുരുഷന്മാരോടാണ് സ്ട്രെസ് എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കേണ്ടത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ആലോചിച്ച് ഉത്തരം പറയണം. പറയോ? ആണിനാണോ പെണ്ണിനാണോ കൂടുതൽ സ്ട്രെസ് ഉള്ളത്? കൂടുതൽ ആണിനാണോ പെണ്ണിനാണോ സ്ട്രെസ് കൂടുതൽ ഉള്ളത്? പെണ്ണിനാണ് സ്ട്രെസ് കൂടുതലുള്ളത് എന്ന് തോന്നുവരുന്ന കൈവക്കിയ കണ്ടേ. ശരി ശരി, ഓക്കെ. ആണിനാണ് സ്ട്രെസ് കൂടുതൽ എന്ന് കൈവക്കിയ കാണട്ടെ. ശരി ശരി, റൈറ്റ്. ശരിക്ക് സ്ട്രെസ് ഏറ്റവും കൂടുതലുള്ള ജീവി ആണാണ്, പെണ്ണല്ല. അല്ല, സ്ട്രെസ് എന്ന് പറയുന്ന സാധനം മറ്റൊരു സാധനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതിന്റെ പേരാണ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പ്രവാസിയെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഗൾഫിലൊക്കെ പോയി അവിടുത്തെ സഹോദരങ്ങളുമായി സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, ആ മനുഷ്യൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചോ? 42 കൊല്ലമായി വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. 42 കൊല്ലം. അയാൾ എന്നോട് പറഞ്ഞു, സാറേ, ഞാൻ പെങ്ങന്മാരെ കെട്ടിക്കാൻ വേണ്ടി 3 കൊല്ലത്തേക്ക് ഗൾഫിക്ക് വന്നതാ. അപ്പൊ അയാളുടെ മനസ്സിലുണ്ടായിരുന്നത് 3 കൊല്ലം ഗൾഫിൽ വരിക, ജോലി ചെയ്യുക, പെങ്ങന്മാരെ കല്യാണം കഴിക്കുക, തിരിച്ചു വരിക. പെങ്ങന്മാരെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അടുത്ത അസൈൻമെന്റുകൾ ഇങ്ങനെ കിട്ടി തുടങ്ങി. അയാൾക്ക് ഗൾഫിൽ നിന്ന് പോരാൻ കഴിഞ്ഞില്ല. താടിയും മുടിയും നരച്ച് ഇപ്പോഴും ഒരു ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആ മനുഷ്യനോട് പറയാം, 42 കൊല്ലം ഞാൻ വിജയകരമായി പൂർത്തിയാക്കി. ഒരു കൊല്ലത്തിൽ 28 ദിവസമാണ് ആ മനുഷ്യന്റെ ലീവ്. ഒരു വർഷം 28 ദിവസം. വർഷത്തിൽ അയാൾ വീട്ടിൽ പോവാറില്ല. മക്കളുടെ കല്യാണം, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ 2 വർഷത്തെ ലീവ് ചേർത്ത് വെച്ചിട്ടാണ് അയാൾ ചിലപ്പോൾ വീട്ടിലേക്ക് പോവുക. നിങ്ങൾ നോക്കൂ, അയാൾ ഭാര്യന്റെ കൂടെ ജീവിച്ചത്, മക്കളുടെ കൂടെ ജീവിച്ച എത്ര കാലം ഉണ്ടാവും നിങ്ങൾ കൂട്ടി നോക്ക്. ഈ 42 കൊല്ലത്തിനിടയിൽ ആരാണ് ഏറ്റവും സ്ട്രെസ് അനുഭവിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ഉത്തരവാദിത്തം ഏറ്റവും കൂടുതലുള്ളവരാണ് എന്നതാണ് ഉത്തരം. ഏറ്റവും നല്ല പ്രായം ഏതാ? ബാല്യം. അതിന് കാരണം എന്താ? ഒരു ഉത്തരവാദിത്വമില്ല. ഒരു ഉത്തരവാദിത്വമില്ലല്ലോ. ഉത്തരവാദിത്തം ഇങ്ങനെ വന്നു തുടങ്ങുമ്പോഴോ നമ്മുടെ സ്ട്രെസ് ഇങ്ങനെ കൂടി തുടങ്ങും. കണ്ടാ നിങ്ങൾ? അപ്പൊ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ള ആളുകൾ പുരുഷന്മാരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ഒറ്റ പ്രശ്നം എന്താ? ഇനി ഞാൻ പറഞ്ഞ 2 വാക്ക് ശ്രദ്ധിക്കണം. ഒരു സ്ട്രെസ്, ആ സ്ട്രെസ്സിനെ നമ്മൾ പ്രകടിപ്പിക്കുക. സ്ട്രെസ്, ആ സ്ട്രെസ്സിനെ പ്രകടിപ്പിക്കുക. ഈ പ്രകടിപ്പിക്കുന്ന കാര്യം എക്സ്പ്രസ് ചെയ്യുന്നതിൽ പുരുഷന്മാർ ഏറ്റവും പിറകിലാണ്. സ്ട്രെസ് അവർ എക്സ്പ്രസ് ചെയ്യില്ല. നമുക്ക് എത്ര പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ പുറത്ത് കാണിക്കൂല, ഉള്ളിലവിടെ കിടക്കും. അതുകൊണ്ടാണ് ഹൃദയം പൊട്ടി മരിക്കുന്നവരുടെ എണ്ണം കൂടുതലുള്ളത് പുരുഷന്മാരിലാണ്. ഈ സ്ട്രോക്ക് വരുന്നത് പുരുഷന്മാർക്കാണ്. കണ്ടോ നിങ്ങൾ? പെണ്ണുങ്ങളുടെ സ്ട്രെസ് എന്താ? രാവിലെ എണീച്ച നാളെ രാവിലെ പുട്ടുണ്ടാക്കണോ പത്തിരി ഉണ്ടാക്കണോ? കണ്ടോ? പടച്ചോൻ ഇന്നിപ്പം തിരുമ്പിയ ഉണങ്ങുമോ? ഒരു സാധാരണ വീട്ടമ്മന്റെ സ്ട്രെസ് ഇത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എന്താണ്? ഇനി എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് എൻ്റെ അമ്മായിയും എന്തെങ്കിലും പറയോ?
ഈ നാത്തുമാര് വരുമ്പോൾ പ്രശ്നമാവോ? ചെറിയ ചെറിയ സ്ട്രെസ്സാ. പക്ഷെ അവരെന്ത് ചെയ്യുന്നറിയോ? മോർ എക്സ്പ്രസീവ് ആണ്. അവര് വല്ലാണ്ടത് പ്രകടിപ്പിച്ചു കളയും. നമ്മളോ? നിങ്ങളൊക്കെ വീട്ടിൽ സ്ത്രീകളുണ്ടാവും. ഒരു പച്ചക്കറി കരിയുമ്പോൾ കൈയൊന്ന് മുറിഞ്ഞാല് ഇങ്ങനെ നടക്കും 2 ദിവസം. എന്തേ? എൻ്റെ കൈ. നമ്മള് ചിലപ്പം ഈ ഡ്രസ്സിന്റെ പണിയൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഇരുമ്പിന്റെ പണിയൊക്കെ എടുക്കണേ ചുറ്റിക്ക് ഇങ്ങനെ വെച്ച് അടിച്ചപ്പോൾ കൈക്കൊണ്ടുണ്ടാവും. വേദനിച്ചെടുക്കാൻ കഴിയില്ല. നമ്മളത് അടുത്ത പണിയെടുക്കും. നല്ല വേദന ഉണ്ടാവും. ചിലപ്പോൾ ചോദിക്കും എന്താങ്ങൾക്ക് ഒന്നുമില്ല, കൈക്കൊരു ചെറിയ വേദന. കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പണിയെടുത്ത് കൊടുക്കുമ്പോ കല്ലിങ്ങനെ മറിച്ചിട്ടപ്പോ ഒരു മനുഷ്യന്റെ കാൽമക്കാട് വീണ്. മെഷീൻ കല്ല് ഉയർത്തുന്നല്ല, നിലത്തുനിന്ന് ഇങ്ങനെ മറിച്ചിട്ടപ്പോ അയാളെ കാൽമലേക്ക് വീണു. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോ ഇയാള് വെള്ളം കൂട്ടി ഇങ്ങനെ ഒഴിയാണ്. നല്ലോണം ചെറിയൊരു മുറിയൊക്കെ ഉണ്ട്, പക്ഷെ കല്ലുകിട്ട് മറിഞ്ഞല്ലേ, വെള്ളം കൂട്ടി ഇങ്ങനെ ഒഴിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറ്റിയ? കല്ലിങ്ങിട്ട് മറിഞ്ഞു. എന്നിട്ടോ വേദന ഉണ്ട്. എന്നിട്ട് വേദന എന്നും പറഞ്ഞു ഇവിടെ ഇരുന്നാലേ നാളെ പണിക്കിറങ്ങാൻ കഴിയില്ല. ആ വേദന കടിച്ചമർത്തി ആ മനുഷ്യൻ ആ പണി തീർത്തു. പിറ്റേന്ന് വന്നു, കാൽമേൽ ചെറിയൊരു കെട്ടുണ്ട്. അത് ഉപ്പ് കുറച്ച് വെള്ളത്തിൽ കലക്കി കെട്ടിയാൽ നീരണ്ട് പോകും, അതിനപ്പുറത്തേക്ക് പോകില്ല. ഈ കല്ല് പോയിട്ട് ചായ കുടിക്കുന്ന പാത്രം കാൽമക്ക് വീണ ആ പെണ്ണുങ്ങൾ 2 ദിവസം പിന്നെ മുടന്തി ഞൊണ്ടി നമ്മളങ്ങോട്ട് കാണിച്ചു. നമ്മളോ? ഈ എക്സ്പ്രഷൻ കൂടുതലുള്ളത് കൊണ്ടാണ് സ്ത്രീകൾക്ക് സ്ട്രെസ് കുറയണത്. ഒരു പ്രഷർ കുക്കർ പോലെയാണ് മനുഷ്യന്റെ മനസ്സ്. പ്രഷർ കുക്കർ. ഈ പ്രഷർ കുക്കറിന്റെ അടിയിൽ തീ കത്തിക്കൊണ്ടേയിരിക്കും. ആ തീയുടെ പേരാണ് ജീവിതം. ജീവിതം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ആ തീ വല്ലാണ്ട് ആളിക്കത്തും. നമ്മുടെ മനസ്സാകുന്ന പ്രഷർ കുക്കറിനകത്ത് പ്രഷർ കൂടും. അതിങ്ങനെ കൂടുമ്പോ പ്രഷർ കുക്കറിൽ പ്രഷർ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വിസില് പൊങ്ങും, താവും, വീണ്ടും കത്തും, താവും, വീണ്ടും കത്തും. വിസില് പൊങ്ങില്ലെങ്കിലോ? വിസില് പൊങ്ങില്ലെങ്കിലോ? ഉറപ്പാണ് പൊട്ടിത്തെറിക്കും. നമ്മൾ പൊട്ടിത്തെറിച്ച് മരിക്കുന്ന ആൾക്കാരാണ്. വിസിലിങ്ങനെ പൊങ്ങില്ല. സ്ത്രീകളോ? നിങ്ങളിപ്പോ ഇത് കഴിഞ്ഞ് പുരയ്ക്ക് പോയി നോക്കി, നമ്മളിത് അവിടെ കൊണ്ടുപോയിട്ട് ആശ്വാക്കുക. അപ്പോഴാണ് നമ്മുടെ സ്ട്രെസ് പുറത്ത് കാണിക്കാൻ കഴിയാതെ, എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ നമ്മൾ പ്രശ്നം. നിങ്ങളുടെ ഒക്കെ ഭാര്യമാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കംപ്ലൈന്റ് ഞാൻ പറയട്ടെ. ഫ്രണ്ട്സിനെ അങ്ങോട്ട് കണ്ട ഓരെ കൂടാണ്ട് പോയാ, ഈ ഫ്രണ്ട്സിന്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന സാധനം തരോ? ഈ വിസിലൊന്ന് പോകും. ഇവളെടുത്തുനിന്ന് അവള് നമ്മൾ വരാൻ കാത്തിക്ക വിസിൽ പോക്കാൻ. ഇതിനിടക്ക് നമ്മളും കൂടി വിസിൽ പൊക്കിയാലോ? ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. അമ്മായിയമ്മ പോര് എന്ന് പറഞ്ഞാൽ അത് ആണുങ്ങളെ പ്രശ്നമാണോ പെണ്ണുങ്ങളെ പ്രശ്നമാണോ? അതിന് അമ്മായിയമ്മ പോര് എന്ന് പറഞ്ഞൊരു സ്ഥാനത്തിൽ ആണുങ്ങൾ പ്രതി പോലും അല്ലല്ലോ. അത് അമ്മായിമ്മ മരോട് നമ്മളുടെ പ്രശ്നമാണ്. അങ്ങനെ ഒരു പ്രശ്നം നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുക ആരായിരിക്കും? പ്രശ്നം ഉണ്ടാക്കണത് ഓരാണ്. സ്ട്രെസ് ആയിരിക്കാം. നമ്മളെന്താ ചെയ്യുക? ബെഡ്റൂം കയറിയ പെണ്ണുങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് ഉമ്മനെ മതിയില്ലേ? ഉമ്മന്റെ അടുത്ത് അടുക്കളയിൽ ചെന്ന് അമ്മ ചോദിക്കാൻ കോള കെട്ടിയ പോള മതിയില്ലേ? നമ്മൾ ചിന്തിക്കുക നമുക്ക് പാരം വേണ്ടിയപ്പത് കിട്ടിയ പൈസക്ക്. ഞാൻ നോക്കൂ, കോഴിക്കോട്ട് അങ്ങാടിയിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ, ഒരു കോഴിക്കോടിന്റെ പരിസര പ്രദേശത്തുള്ള ആളാ. അയാൾ ഒരു ദിവസം കാണാനില്ല, മിസ്സിങ്. വാട്സപ്പിലൊക്കെ വന്നു, ആളെ കാണാനില്ല, കണ്ടു കിട്ടുന്നവരെ അറിയിക്കണം. ആളെ കാണാനേ ഇല്ല, മിസ്സിങ്. അയാളുടെ കൂടെ പാർട്ട്ണർമാരായിട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരാണ് ഇയാളെ അന്വേഷിക്കുന്നത്. അങ്ങനെ കുറെ അന്വേഷിച്ച് എവിടെയും കിട്ടിയില്ല. 5 ദിവസം 6 ദിവസം കഴിഞ്ഞു. ഒരാഴ്ച പൂർത്തിയായപ്പോ ഈ മനുഷ്യൻ ഒരു സ്ഥലത്തുണ്ട് എന്നുള്ള വിവരം കിട്ടി. ഫോൺ ഓഫാണ്. ആ പാർട്ട്ണർമാർ പോയിട്ട് അയാളെ പിടിച്ചു കൊണ്ടുവന്നപ്പം മൂപ്പര് പറഞ്ഞു, ഞാൻ വീട്ടിൽ പോവില്ല. അപ്പൊ ആ പാർട്ട്ണർമാർ ചോദിച്ചു, എന്താ വീട്ടിൽ പോകത്ത്? ഒറ്റ മോനാ. അയാൾ പറഞ്ഞു, എൻ്റെ അമ്മയും ഓളും തമ്മിൽ പെരും പ്രശ്നമാണ്, അത് തീരാതെ ഞാൻ പുരയിൽ പോവില്ല. അതിൽ നിങ്ങൾ തീരുമാനം ഉണ്ടാക്കിക്കോ, എന്നാ ഞാൻ പുരയിൽ വരാം. കണ്ടോ? ഈ മനുഷ്യന് കൗൺസിലിങ്ങിന് വന്നിട്ട് മുമ്പിൽ ഇരുന്ന് പറയാണ്, കഴിയൂല സാറേ,
ഞാൻ ഈ കച്ചവടമൊക്കെ കഴിഞ്ഞ് ടെൻഷനൊക്കെ കൊണ്ട് വീട്ടിലെത്തുമ്പോൾ ഉമ്മാന്റെ ഭാഗത്തുനിന്ന് ഉമ്മ വിസിൽ പൊക്കി വെക്കാറുണ്ട് അല്ലേ? ബെഡ്റൂമിലെത്തിയാലോ ഇയാൾ ചോദിക്കുക എപ്പോഴാ ഞാനൊന്ന് സ്വസ്ഥമാവുക എന്ന്. കണ്ടോ നിങ്ങള്? ഇവിടെ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് യുവാക്കളായിട്ടുള്ള നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാം എന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളായ ആളുകൾ ചിന്തിക്കണം. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനത്തിന്റെ പേരാണ് മനസ്സ്. മനസ്സ്. ഈ മനസ്സ് നന്നായാൽ സകലതും നന്നായി, വെടക്കായ സകലതും വെടക്കായി. ഞാൻ അതിലേക്ക് പോകില്ല. പക്ഷെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വാക്കിന്റെ പേരാണ് മാനസിക അവസ്ഥ. ഇൻ ഇംഗ്ലീഷ് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയും. മനസ്സ്, മാനസിക അവസ്ഥ. ഞാൻ പറയണത് നിങ്ങളിങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി, അപ്പൊ ഈ പ്രശ്നമൊക്കെ തീരും. മാനസിക അവസ്ഥ 2 തരത്തിലാണ്, മറന്നു പോകരുത്. ഒരു മനുഷ്യന് 2 തരം മാനസിക അവസ്ഥകൾ ഉണ്ടാകും. ഒന്നാമത്തെ പേരാണ് സ്ട്രെസ്ഡ്, പിരിമുറുകിയ അവസ്ഥ. രണ്ടാമത്തെ പേരാണ് കംഫർട്ടബിൾ. അതിനർത്ഥം എന്താ? സ്വസ്ഥമായ അവസ്ഥ. എപ്പോഴും മനുഷ്യൻ കൊതിക്കുക ഏതവസ്ഥയാണ്? ഏതവസ്ഥയാണ് പറഞ്ഞേ? ഏതാ? കംഫർട്ടബിൾ. കംഫർട്ട് കിട്ടാത്ത ഒരു മനുഷ്യൻ തെറ്റിപ്പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ, അവരെ കണ്ടു നോക്കൂ, അവരോട് സംസാരിച്ചു നോക്കൂ. അവർ പറയാ സ്വസ്ഥത സമാധാനമില്ല. പല പല കാര്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾ സംസാരിച്ചു നോക്കൂ. ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് യൂട്യൂബില് എന്തിനാന്നറിയോ നിങ്ങൾക്ക്? എന്തിനാന്നറിയോ? തമാശ പരിപാടികൾക്കാണ്. ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് അതിനാ. മിക്ക ചാനലുകളും ഈ തമാശ പരിപാടിയാ. ആൾക്കാരെങ്ങനെ ചിരിപ്പിക്കുക. ഇത് കണ്ട് ഇങ്ങനെ ഇരിക്കുന്ന എത്ര ആൾക്കാരുണ്ട് അറിയുന്നത്? ഇത് കണ്ടിട്ട് ചിരിക്കുക. കാരണം ഓന് ചിരിക്കാൻ വേറെ അവസ്ഥ ഇല്ല. ഭാര്യൻ്റെ അടുത്തുനിന്ന് ചിരിക്കാൻ കഴിയില്ല, വീട്ടിൽ നിന്ന് ചിരിക്കാൻ കഴിയില്ല. ജോലിക്ക് പോയാൽ ചിരിക്കാൻ പറ്റും. ജോലി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, 2 തരത്തിലാണ് ഉണ്ടാവുക. ചില ആൾക്കാർക്ക് ജോലി കിട്ടും, ചില ആൾക്കാർക്ക് പണി കിട്ടും. നിങ്ങൾക്ക് എന്താ കിട്ടിയ? പണിയാണോ ജോലിയാണോ? ജോലി കിട്ടിയവരൊക്കെ ഒന്ന് നോക്കി. നിങ്ങൾക്കൊക്കെ ജോലി ഉണ്ടോ? പണി കിട്ടിയാരോ? അല്ലാത്തൊരു പണി ഇപ്പൊ ഇല്ലേ? അങ്ങനെ തന്നെയുള്ള പറയാ. എടാ എനിക്കൊരു പണി കിട്ടി എന്ന് പറയുന്ന അർത്ഥം എന്താ? പണി കിട്ടി എന്നാണല്ലോ. ആനക്ക് പണി കിട്ടൂട്ടോ എന്ന് പറയുന്ന അർത്ഥം പണി കിട്ടുന്നാണല്ലോ, അല്ലേ? അപ്പൊ പണിക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവിടെ നമ്മുടേതായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവില്ല. മറ്റൊരാളുടെ കൂലി വാങ്ങുമ്പോൾ അയാളുടെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കണം. എന്നിട്ട് നാം സ്വസ്ഥമാവണം. അതാ ഞാൻ പറഞ്ഞത്, കംഫർട്ടബിൾ എന്ന് പറയുന്ന ഒരു മനസ്സ് ഉണ്ടാകുമ്പോൾ മാത്രമേ മനുഷ്യൻ തെറ്റിപ്പോവാത്ത അവസ്ഥ വരൂ. എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ പ്രത്യേകത എന്താ? നേരത്തെ ഒരാൾ ചോദ്യം ചോദിച്ചപ്പം പറഞ്ഞു കള്ളു കുടിക്കുന്നവരും കഞ്ചാവ് അടിക്കുന്നവരും ഒന്നും തൽക്കാലപ്പതിരില്ല. ഇല്ല എന്ന് വെക്ക്, നമുക്ക് അങ്ങനെ വെക്കാം. ഇല്ല എന്ന് പറഞ്ഞു. അതെ, നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ച് അത്യാവശ്യമൊക്കെ നമ്മുടെ ഇബാദത്തുകൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകൾ. എന്നാലും നമ്മൾ സ്ട്രെസ്ഡ് ആണെങ്കിൽ ആ സ്ട്രെസ്സിനെ റിലീഫ് ചെയ്യാനുള്ള മാർഗങ്ങൾ തേടണം. വളരെ പ്രധാനമാണ്, വളരെ പ്രധാനം. ഇപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഡ്യൂട്ടി മാത്രമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഹലാലായ മാർഗം സ്ട്രെസ് കുറയ്ക്കാൻ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. അത് കണ്ടെത്തിയില്ലെങ്കിലോ പ്രശ്നമാണ്. നമ്മുടെ സ്ട്രെസ് കൂടിയിട്ട് അത് ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കും. നോക്കൂ നിങ്ങൾ, നമ്മുടെ പഠനങ്ങൾ പറയുന്നത് ഈ റോഡ് ആക്സിഡന്റ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ആദ്യത്തെ കാരണം ലഹരി ഉപയോഗമാണ്. വണ്ടിയുടെ ആക്സിഡന്റിന്റെ പ്രധാന കാരണം ലഹരിയാണ്. ആളുകൾ ലഹരി ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കുന്നതാണ് അത്രേ ആക്സിഡന്റിനുള്ള ഒന്നാമത്തെ കാരണം. നോക്കൂ നിങ്ങള്. അപ്പൊ ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം എന്താ നിങ്ങൾക്കറിയോ? അത് വണ്ടി ഓടിക്കുന്നവന്റെ സ്ട്രെസ്സാണ്. വണ്ടി ഓടിക്കുന്നവന്റെ സ്ട്രെസ്ഫുൾ ആയിട്ട് വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിന്റെ സ്പീഡ് കൂടും, നിയന്ത്രണം നഷ്ടപ്പെടും. നോക്ക് നിങ്ങൾ, 2ാം സ്ഥാനത്ത് നിൽക്കാണ് ഈ സ്ട്രെസ്. ഈ ഫോൺ ചെയ്ത് വണ്ടി ഓടിക്കരുത് എന്ന് പറയും, അല്ലേ? ഈ ഫോൺ ചെയ്ത് വണ്ടി ഓടിച്ച വണ്ടി ആക്സിഡന്റ് ആവോ? കയ്യിൽ ഇപ്പൊ ഹാൻഡ് ഫ്രീ ആണ്, അല്ലേ? നമ്മൾ വണ്ടിയിൽ ഫോൺ വന്നാൽ വണ്ടിയിൽ നിന്ന് നിൽക്കുന്നു, സ്പീക്കറിൽ കേൾക്കുന്നു, നമ്മൾ വണ്ടി ഓടിക്കുന്നു. സാധാരണ ആക്സിഡന്റ് ആവില്ലല്ലോ.
ഇല്ല. വിളിക്കുന്നത് പെണ്ണുങ്ങളാണെങ്കിലോ? നമ്മുടെ സുഹൃത്താണ് വിളിക്കുന്നതെങ്കിൽ ഒരിക്കലും വണ്ടി ആക്സിഡന്റ് ആവില്ല അല്ലേ? നമ്മൾ സന്തോഷത്തിൽ ഇങ്ങനെ ഓടിച്ചു പോകും. വിളിക്കുന്നത് പെണ്ണുങ്ങളാണെങ്കിലോ? പറയണത് നിങ്ങൾ അമ്മനെ കുറിച്ചാണെങ്കിലോ? അതുകൊണ്ടാ പോലീസ് പറഞ്ഞത് വണ്ടി ഓടിക്കുമ്പോൾ ഫോർക്കരുത്. കേട്ടോ, പ്രശ്നമാണ്. സ്ട്രെസ് കൂടുമ്പം കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും. അവിടെയാണ് അപകടങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ വരുന്നത്. ഇനി സ്ട്രെസ്സിനെ നമ്മൾ ഇങ്ങനെ എടുത്തു നോക്കുക. നിങ്ങൾ എന്തൊക്കെ സ്ട്രെസ്സാണ് ഒരു മനുഷ്യനുണ്ടാവുക? എന്തൊക്കെയാണ്? അവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. എന്തൊക്കെ സ്ട്രെസ്സാണ് മനുഷ്യനുണ്ടാവുക? സൈക്കോളജി പറയുന്നു 4 തരം സ്ട്രെസ്സുകൾ. ഒരു മനുഷ്യൻ പിരിമുറുകുക 4 തരത്തിലാണ്. ഞാനിങ്ങനെ എണ്ണട്ടെ, നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. 1, ഫാമിലി റിലേറ്റഡ് സ്ട്രെസ്. ഫാമിലി റിലേറ്റഡ് സ്ട്രെസ്, കുടുംബവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സ്ട്രെസ്. 2, ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ പഠിക്കാൻ പോകുന്നിടത്തോ ഉണ്ടാകുന്ന സ്ട്രെസ്. ജോബ് റിലേറ്റഡ് സ്ട്രെസ്, അതാ സാധനം. അപ്പൊ ഒരു സ്ട്രെസ് നമുക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട് വരാം. 2, ജോലിയുമായി ബന്ധപ്പെട്ട് വരാം. 3ാമത്തെ സ്ട്രെസ്സിന്റെ സൈക്കോളജി എണ്ണുന്നത് എൻവയോൺമെന്റൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സ്ട്രെസ്. ചില ആൾക്കാർക്ക് തണുപ്പ് കൂടിയാൽ ശ്വാസം മുട്ടൽ ഉണ്ടാവും അല്ലെ? ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടില്ല നിങ്ങൾ? അവർക്ക് എൻവയോൺമെന്റ് മാറുമ്പോൾ സ്ട്രെസ് കൂടും. പഠിച്ചോനെ തണുപ്പാണല്ലോ, സ്ട്രെസ് വരും. ചില ആളുകൾക്ക് പൊടി അടിക്കുമ്പോൾ തുമ്മും. വെയില് കൊണ്ടാൽ ചൊറിയുന്ന ഒരു കുട്ടിയെ എനിക്കറിയാം. എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ? വെയില് തട്ടിയ ചൊറിഞ്ഞിട്ട് ഇങ്ങനെ പൊന്തി ആകെ ചുകന്ന് ആ കുട്ടിന്റെ മുഖത്ത് വെയിലടിച്ചാൽ ആ കുട്ടിയാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ വീങ്ങും. വെയില് അലർജിയാണ്. എൻ്റെ സ്കൂളിൽ നിന്നൊക്കെ അവള് ചെയ്യുക, ഒന്നായിട്ടൊരു വെള്ള തുണിയിട്ട് മൂടുക ചെയ്യുക. പുറത്തു കൂടി നടക്കുമ്പോൾ ഒരു വെള്ള തുണി കൊണ്ട് മൂടിയിട്ടാണ് നടക്കുക. ഡയറക്റ്റ് സൺലൈറ്റ് കൊണ്ടാൽ അപ്പോൾ ചൊറിഞ്ഞിട്ട് വീർത്ത് ഇങ്ങനെ പൊങ്ങും. എന്തൊരു ബുദ്ധിമുട്ടാ. ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ജനലിൻ്റെ ഉള്ളിൽ കൂടി വരുന്ന ഒരു ഓട്ട കണക്കിന് ചെറിയ സൂര്യപ്രകാശം വരും. നിങ്ങൾ കണ്ടില്ലേ? അതിങ്ങനെ വന്ന് കൈമ തട്ടിയാൽ തന്നെ ഒക്കെ ചൊറിയും. ഈ കുട്ടിക്ക് വെയിൽ കാലം ഭയങ്കര സ്ട്രെസ്സാ, പകല് ഭയങ്കര സ്ട്രെസ്സാ, രാത്രി ഓക്കെയാണ്. അപ്പൊ ചില ആളുകൾക്ക് എൻവയോൺമെന്റ് സ്ട്രെസ് ഉണ്ടാക്കും. അപ്പൊ ഞാൻ 3 എണ്ണി. 1, ഫാമിലി റിലേറ്റഡ് സ്ട്രെസ്. 2, ജോബ് റിലേറ്റഡ് സ്ട്രെസ്. 3, എൻവയോൺമെന്റൽ സ്ട്രെസ്. ഈ 3 സ്ട്രെസ് ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട്. ഫാമിലി റിലേറ്റഡ് സ്ട്രെസ്സിന് സൊല്യൂഷൻ ഉണ്ട്. ആ പ്രശ്നം സോൾവ് ചെയ്താൽ മതി. മുന്നോട്ട് പോവാൻ കഴിയാത്ത ബന്ധമാണെങ്കിൽ അത് എന്ത് വേണമെന്ന് തീരുമാനിക്കണം. മുന്നോട്ട് പോകുന്ന ബന്ധമാണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. പ്രശ്നം തീർന്ന്. 2, ജോബ് റിലേറ്റഡ് സ്ട്രെസ്. എന്താ ചെയ്യേണ്ടത്? ഒരു മനുഷ്യൻ പിന്നെ കാണാൻ വരികയാണ്. അയാൾ വന്ന് കണ്ടിട്ട് പറയാണ്, സാറേ എനിക്ക് ഭ്രാന്താവും. ഈ ഐഡിയ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇപ്പൊ VI ആയിട്ട് മാറിയ ഐഡിയ ഒക്കെ ഓർമ്മ ഉണ്ടല്ലോ, നമ്മുടെ മൊബൈൽ ഫോണിന്റെ കമ്പനി. ആ കമ്പനിയിൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് കാണാൻ വരുന്നത്. അയാൾക്ക് 1.5 ലക്ഷം രൂപ ശമ്പളം. അയാളൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റാ, അവിടുത്തെ മാനേജറാ. 1.5 ലക്ഷം രൂപ ശമ്പളം. ഞാൻ പറയുമ്പോ കൊറോണക്കൊക്കെ മുമ്പുള്ള കാര്യമാണ്. ഐഡിയ നിലനിൽക്കുന്ന സമയം. 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുക. അയാളുടെ കീഴിൽ കുറേ ആൾക്കാരാ. ഈ ആൾക്കാർക്കൊക്കെ ടാർഗറ്റാ. ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ മേലേന്ന് ഇയാൾക്ക് വിളി വരും. ഇയാളിങ്ങനെ പിരിമുറുകി രാവും പകലും ഇല്ലാതെ ഇയാളിങ്ങനെ ഭ്രാന്തടിച്ച് നടക്കുക. ഫുള്ള് തെറി മൂപ്പരിക്ക മേലെന്ന്. മൂപ്പര് ആ തെറി ഫുള്ള് താഴെ കൊടുക്കണം. എന്നിട്ട് മൂപ്പരിങ്ങനെ ഭാര്യയുമായിട്ടൊന്നും ബന്ധപ്പെടാൻ കഴിയാതെ, മക്കളെ ആസ്വദിക്കാൻ കഴിയാതെ മനുഷ്യനിങ്ങനെ സ്ട്രെസ്സാ. അയാൾ കാണാൻ വന്നിട്ട് ചോദിക്കുക, ഞാൻ എന്താ ചെയ്യാന്ന്? ഞാൻ ചിരിച്ചാണ്ട് പറഞ്ഞു, യു ക്വിറ്റ് ദ ജോബ്. ആ ജോലിയായിട്ട് വിട്ടേക്കുന്നു. 1.5 ലക്ഷം രൂപ. അതിന് ആ മനുഷ്യന് 1 മാസം കഴിഞ്ഞപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ അയാളെ കൂടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ എല്ലാവരും കൂടി കൂട്ടിയേ? ഞാൻ ബീച്ചിൽ പോവാണ് കോഴിക്കോട്. ഞാൻ ചോദിച്ചു, അപ്പോൾ ആ ജോബ് ഞാൻ വിട്ടു. എന്നിട്ടോ ഇപ്പൊ ഞാൻ ജോലി ചെയ്തത് 60,000 രൂപ ശമ്പളത്തിനാണ്. പക്ഷേ മനസമാധാനം വാങ്ങാൻ 1 കോടി ഉണ്ടായാലും കിട്ടൂല. കിട്ടോ? അയാളെ ജോലി അങ്ങ് വിട്ടു.
60,000 ഉറുപ്പ്യക്ക് സുന്ദരമായിട്ട് ജീവിക്കാം അയാൾക്ക്. അയാൾ പറഞ്ഞു ഇത് മതി, ഞാനിപ്പോ സംതൃപ്തനാണ്. കാരണം എന്താ? സ്ട്രെസ് ഇല്ല. അപ്പൊ രണ്ടാമത്തെ സ്ട്രെസ്സിന്റെ പേരെന്താ? ജോലിയുമായി ബന്ധപ്പെട്ട സ്ട്രെസ്, ജോബ് റിലേറ്റഡ് സ്ട്രെസ്. ആ മനുഷ്യൻ അതാണ് വിട്ടാ തീരും. മൂന്നാമത്തതോ എൻവയോൺമെന്റൽ. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആ പൊടി അടിക്കുമ്പം തുമ്മുന്ന ആള് പൊടി അടിക്കുമ്പം മാറിക്കുക, അല്ലെങ്കിൽ മുഖം പൊത്തുന്നില്ല, അതൊന്നും വൃത്തിയില്ല, കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം. നാലാമത്തെ ഒരു സ്ട്രെസ് ഉണ്ട്. അതിനെയാണ് സൈക്കോളജി ദ മോസ്റ്റ് ഡേഞ്ചറസ് സ്ട്രെസ് എന്ന് പറയാം. ഒരു മനുഷ്യന് തീർക്കാൻ കഴിയാത്ത സ്ട്രെസ് അവിടെയാണ്. അതിന്റെ പേരാണ് പേഴ്സണൽ സ്ട്രെസ്. എന്താ പേര്? എന്താ സാധനം? എന്താ സാധനം? പേഴ്സണൽ സ്ട്രെസ് ആണ്. എന്താ സാധനം? തെറ്റാണ് എന്ന് 100% ബോധ്യമുള്ള നിങ്ങൾ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അത് ഭാര്യക്കറിയോ? ഭാര്യക്കറിയോ? ഫ്രണ്ട്സിനറിയോ? മക്കൾക്കറിയോ? പാപ്പാക്കറിയോ? ഉമ്മക്കറിയോ? ആർക്കും അറിയില്ല. പടച്ചോനറിയാം. ചിങ്ങളാ തെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ഈ സ്ട്രെസ് ഒന്നും നിങ്ങൾക്ക് ഇല്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രശ്നം, ഒരു അസ്വസ്ഥത ഉണ്ടാവും. ഇല്ലേ? അതിന്റെ പേരാണ് പേഴ്സണൽ സ്ട്രെസ്. ഈ ദുനിയാവില് പരിഹരിക്കാൻ കഴിയാത്ത സ്ട്രെസ്സുകളിൽ ഒന്ന് പേഴ്സണൽ സ്ട്രെസ്സാണ്. നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ ചിന്തിച്ചു നോക്ക്. കള്ളുകുടിയില്ല, കഞ്ചാവില്ല, പെണ്ണുപിടിയില്ല, ഇതൊന്നുമില്ല. പക്ഷെ പേഴ്സണൽ സ്ട്രെസ് ഉള്ള എത്ര ആൾക്കാരുണ്ട്? നിങ്ങൾ സ്വന്തം എടുത്തു നോക്ക്. ഏറ്റവും കൂടുതൽ പോൺ വീഡിയോകൾ കാണുന്നത് 10 വയസ്സിനും 18 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കൗമാരക്കാരല്ല. സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് അത് 25 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ളവരാണ്. വിവാഹം കഴിഞ്ഞവരത് കാണുന്നത്, കഴിയാത്തവരല്ല. അത് അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെയാണ്. നമ്മളെന്താ വിചാരിച്ചു വെച്ച് കുട്ടികളത് കാണുന്നത് അല്ലേ? കുട്ടിയൊക്കെ അറിയില്ലല്ലോ വല്ലാതെ. നമുക്കോ നന്നായിട്ടറിയാം. എവിടൊക്കെ ഇരുന്ന് നമ്മുടെ വിരലുകൾ പരതുന്നത് എന്താണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പൊ നമുക്കുള്ളൊരു സാധനം എന്താ? വല്ലാത്തൊരു സ്ട്രെസ് അകത്ത്. അതിന്റെ പേരാണ് പേഴ്സണൽ സ്ട്രെസ്. അതെങ്ങനെയാ കുറയ്ക്കാൻ പറ്റുക? ഞാൻ ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. നിങ്ങൾ അത് മനസ്സിൽ വെച്ചാൽ മതി. നമ്മളെക്കുറിച്ച്, എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് എല്ലാം ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ചെയ്യുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത്, നമ്മളെക്കുറിച്ചെല്ലാം നമ്മുടെ ഉമ്മാക്ക് അറിയുമായിരുന്നു എങ്കിൽ നിങ്ങളെ ഉമ്മ നിങ്ങളെ പോരെ കയറ്റുമോ? നിങ്ങളെ കുറിച്ചെല്ലാം ഉമ്മക്കറിയാം. ഞാൻ പറയണു, അള്ളാഹ് തന്ന വലിയ അനുഗ്രഹത്തിലൊന്ന് നമ്മൾ ചിന്തിക്കുന്നത് കാണാൻ ഉമ്മക്ക് കഴിവില്ലാത്തത് ഭാഗ്യ. നമ്മൾ ചിന്തിക്കുന്നത് എങ്ങാനും നെറ്റിമിൽ എഴുതി കാണിക്കുകയാണെങ്കിൽ ആരാ നമ്മൾ അടുപ്പിക്കുക? നിങ്ങൾ പറയും. നിങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങളുടെ ഉമ്മാക്ക് അറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ വികാരം നിങ്ങളെ ഉമ്മ അടിച്ച് പൈപ്പിക്കും. നിങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങളെ ഭാര്യക്ക് അറിയുമായിരുന്നെങ്കിലോ? സ്വന്തം മൊബൈൽ ഫോണിന്റെ ലോക്ക് വരെ ഭാര്യക്ക് മുമ്പിൽ തുറന്നെടുക്കാൻ പേടിയുള്ള ആൾക്കാരുണ്ട്. വീട്ടിനകത്തേക്ക് കയറുമ്പോ ഫോണ് പരിശോധിച്ച് പ്രശ്നങ്ങളില്ലാന്ന് ഉറപ്പുവരുത്തി വീട്ടിൽ കയറുന്ന ആൾക്കാരുണ്ട്. നമ്മളെക്കുറിച്ചെല്ലാം നമ്മുടെ ഭാര്യക്ക് അറിയുമോ? പക്ഷെ നിങ്ങളെക്കുറിച്ചെല്ലാം ഒരാൾക്കറിയാം, അത് നിങ്ങൾക്കാണ്. രണ്ടാമത്തെ ആൾക്കറിയാം, അത് അള്ളാഹ്ക്കാണ്. അപ്പൊ എവിടെയാ ഈ സ്ട്രെസ് വരുന്നത്? നിങ്ങൾ നോക്കൂ. ഒരു മനുഷ്യന് ജോലിയിൽ ഒരു സ്ട്രെസ്സും ഇല്ല. ജോലിയിൽ സ്ട്രെസ് ഉള്ള ആൾക്ക് പിന്നെ വേറെ സ്ട്രെസ് ഒന്നും വേണ്ട, അയാൾ ആ പണിയിട്ട് കൂടിക്കോളും. പക്ഷേ നല്ല ജോലി പടച്ചവൻ തന്നു, നല്ല വരുമാനം പടച്ചവൻ തന്നു, ഒരു പ്രശ്നമില്ലാത്തൊരു ജീവിതം തന്നു. അപ്പോഴാണ് നമ്മുടെ പേഴ്സണൽ സ്ട്രെസ് നമുക്കിടയിലേക്ക് കയറി വരിക. അവിടെയാണ് നമ്മൾ തോറ്റുപോവുക എന്ന് ഓർക്കണം. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട, ഇനി എങ്ങനെ ഇത് കുറയ്ക്കാം? നമുക്ക് ഈ സ്ട്രെസ്സിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ 4 സ്ട്രെസ്സുകൾ എണ്ണി. നമുക്ക് എങ്ങനെയാ ഇത് കുറയ്ക്കാം? എന്താ നമ്മൾ ഇതിന് ചെയ്യുക? ഇത് കുറയ്ക്കാൻ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ. എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട യുവാക്കൾ ചിന്തിക്കണം. ഞാൻ പലപ്പോഴും പറയുന്ന സാധന, മനുഷ്യൻ എന്ന ജീവിക്ക് മൃഗങ്ങളിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട്. ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു വ്യത്യാസം, ആ വ്യത്യാസം ഞാൻ പറയട്ടെ, നിങ്ങൾ ഓർത്തു വെക്കോ. ആ വ്യത്യാസമാണ്, മനുഷ്യൻ എന്ന ജീവിയാണ് എന്തും ആസ്വദിക്കുന്ന ജീവി.
എൻ്റെ ഇംഗ്ലീഷ് എൻജോയ്മെന്റ് എന്നാണ്. എന്തും മനുഷ്യൻ ആസ്വദിക്കും. ഒരു മധുരമില്ലാത്ത കട്ടൻ ചായ പോലും ആസ്വദിച്ച് കുടിക്കും മനുഷ്യൻ. നിങ്ങൾ വൈക്കോല് കണ്ടോ? വൈക്കോല് കണ്ടോ? വൈക്കോല് കാണാത്തവരുണ്ടോ? വൈക്കോല് കാണാത്തവരൊന്ന് കൈവക്കി. വൈക്കോല് തൊട്ട് നോക്കിയണോ? തിന്നു നോക്കിയണോ? വൈക്കോല് തിന്നു നോക്കിയണോ? സേനു തിന്നു നോക്കിയണോ? തിന്നുണ്ടാവൂലേ? ഞാൻ തിന്നു നോക്കിയാണ്. വെറുതെ ചവച്ചു നോക്കിയാണ്. വൈക്കോല് ചവച്ചു നോക്കിയിട്ട് നിങ്ങൾ ഇന്ന് ചവച്ചു നോക്കിയിട്ട് ചവയൂല. നമ്മളെങ്ങനെ ചവച്ചാലും ആ സാധനം ചവയൂല. പല്ല് പൊളിക്കും, ചവയൂല. ഈ വൈക്കോലാണ് പശു തിന്നണത്. ആ വൈക്കോലിന്റെ കൂടെ മയോണൈസും അങ്ങനെ ഉണ്ടാ? പശു വൈക്കോല് തിന്നുമ്പോൾ കുറച്ച് മയോണൈസ്, കുറച്ച് വേറെ സാധനം, കുരുമുളകിന്റെ പൊടിയൊക്കെ ഇട്ട് ഉണ്ടാ. ആ വൈക്കോലാണ് പശുവിന് ടേസ്റ്റോട് കൂടി തിന്നണത്. അതിന്റെ അർത്ഥം എന്താ അറിയോ? പശു ആസ്വദിക്കുന്നില്ല. അതിങ്ങനെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു സാധനം വാരി വലിച്ച് തിന്നണേ. നമ്മുടെ വീട്ടിൽ പഴകിയ കഞ്ഞിവെള്ളം പഴത്തിന്റെ തോലൊക്കെ ഇട്ടിട്ട് ആടിന് കൊടുക്കണേ. ആടത്ത് എന്ത് കുടിക്കണില്ല നിങ്ങൾ? എന്ത് രസത്തിലാ കുടിക്കുക. കാരണം എന്താ? അതിന്റെ മണം കേട്ടാൽ തന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. ആട് കുടിക്കുന്നുണ്ട്, ആട് ആസ്വദിക്കില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനത്തെ സാധനത്ത് നിങ്ങൾ തിന്നുവോ? നമ്മളെന്താ ചെയ്യണത്? എല്ലാം ആസ്വദിക്കും. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ ചിന്തിക്കണം, ജീവിതത്തിൽ ആസ്വാദനം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് ഉണ്ടാവണം. ആസ്വദിച്ചു കൊണ്ട് ജീവിക്കണം. അപ്പൊ ഈ സ്വതന്ത്ര ചിന്തകര് പറയണ മാതിരി ആസ്വദിക്കാൻ മാത്രമുള്ളതാ ജീവിതം. അതുകൊണ്ട് നിങ്ങൾ തിന്നോളി, കുടിച്ചോളി, രമിച്ചോളി, ആസ്വദിച്ചോളി. ആസ്വാദനല്ല, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ആസ്വാദനം. അതിനെല്ലാം ഇപ്പം ആരിഫ് മൗലവി നിങ്ങളോട് സൂചിപ്പിച്ചു. നിങ്ങൾക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, പരിസരമുണ്ട്, അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ഇതൊക്കെ ആസ്വദിക്കലുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും ഒരു റിസോർട്ട് പോയി കണ്ട് എന്ത് രസാലേ ഈ സ്ഥലം ആസ്വദിക്കും. നിങ്ങളെ വീട് പോയി കണ്ട് എന്ത് രസാലേ സ്ഥലങ്ങൾ പറയുന്ന ആസ്വദിക്കലുണ്ടോ? മക്കളെ, ഭാര്യയെ, ഉമ്മയെ, ബാപ്പയെ, ഒത്തുചേരലുകളെ, നിങ്ങളുടെ ജോലിയെ, യാത്രകളെ ഉണ്ടോ? സ്ട്രെസ് ഉള്ള ഒരു മനുഷ്യന് ഒന്നും ആസ്വദിക്കാൻ കഴിയില്ല. ജീവിതം എപ്പോഴും ഒരു ആസ്വാദനം ബാക്കി വെക്കണം. അതിനൊരു സമയം നമ്മൾ കണ്ടുപിടിക്കുക എന്നതാണ് സ്ട്രെസ് കുറയ്ക്കാനുള്ള ഏറ്റവും വലിയ വഴി. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഞാൻ ഒരു ലേഖനത്തിൽ വായിച്ചു, യൂറോപ്പിൽ ഇപ്പോൾ പുതിയ ഒരു ടെക്നിക്ക് ഉണ്ട്. ഈ IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊന്ന് കൈവക്കി. IT റിലേറ്റഡ് ജോബ് കൈവക്കി. എവിടെയാ ജോലി? നാട്ടിലാ? പിന്നെ 2 അത്രേ ഉള്ളൂ. IT-ക്കാർ കുറെ പൊയ്ത്തിനല്ലോ. ഇപ്പൊ ഇല്ലേ? 3 പോരാ 4 5 പിന്നെ 6 പതുക്കെ പൊന്തുണ്ട് അല്ലേ? IT-ക്കാർ ഇത്ര ഒന്നും പോരല്ലോ, കുറച്ച് കൂടുതൽ ഉണ്ടാവണല്ലോ അല്ലേ? ഈ IT-ക്കാരുടെ ജോലി ഭയങ്കര രസമാണ്. IT-ക്കാർക്ക് സമയമില്ല ജോലിക്ക്. ടെക്നോ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാർഡാണ് ഉണ്ടാവുക. നമ്മൾ ഈ കാർഡും കൊണ്ട് അത് ഓഫീസിലേക്ക് കടന്നാൽ നമ്മളെ ബയോമെട്രിക് വിവരങ്ങളും ഈ കാർഡും വെച്ച് കടന്നാൽ ഓഫീസ് രേഖപ്പെടുത്തും ഈ ചങ്ങാതി ഇത്ര മണിക്ക് എൻ്റർ ചെയ്തു. നമ്മൾ ഓഫീസിന് പുറത്തേക്ക് പോയാൽ അവിടെ ഓട്ടോമാറ്റിക് രേഖപ്പെടുത്തും ഇത്ര സമയത്ത് എക്സിറ്റ് ആയി. ഒരു ആഴ്ചയിൽ ഇത്ര മണിക്കൂർ ജോലി ചെയ്യണം എന്ന് അയാൾക്ക് നിർബന്ധമാണ്. അപ്പോൾ ശമ്പളം കിട്ടുള്ളൂ. ശമ്പളം ഓട്ടോമാറ്റിക് ആട്ടോ, കയ്യിൽ തരൂല, നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് വരും. ഇങ്ങനെയാണ് IT കമ്പനി. am I right? ശരിയല്ലേ? അപ്പൊ ഇയാൾക്ക് ആഴ്ചയിൽ 48 മണിക്കൂർ ജോലി ചെയ്താൽ മതി. അയാള് 2 ദിവസം രാവും പകലും മുഴുവൻ ആ ഓഫീസിൽ ഇരുന്നാൽ അയാൾ ഒരാഴ്ചത്തെ ജോലി തീർന്നു. നോക്കാൻ ആരും ഉണ്ടാവില്ല. ഈ കാർഡും നമ്മുടെ മുഖവും ഒക്കെ വെച്ചിട്ടാണ് അവർ ഐഡന്റിഫൈ ചെയ്യുക ഇയാൾ ഓഫീസിലുണ്ട്. അയാൾക്ക് കൊടുക്കുന്ന പണി അയാൾ ആ സമയം കൊണ്ട് തീർക്കണം. ഇതാണ് IT കമ്പനികളുടെ ടെക്നിക്ക്. ഇപ്പൊ പുതിയ ടെക്നിക്ക് അങ്ങനെയാണ്. അവർക്ക് സമയം കൊടുക്കുമല്ലോ. നിങ്ങൾ രാവിലെ 8 മണി മുതൽ പിന്നെ വൈകുന്നേരം 5 മണി വരെ ഓഫീസിൽ വേണമെന്ന് അവർക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ പാതിരാക്കോ രാത്രിയോ എപ്പോഴാച്ചാ ഇരുന്നാൽ മതി, പണി നിർത്താൽ മതി. ഫ്ലെക്സിബിൾ ആണ്. റെഡി? യൂറോപ്യൻ രാജ്യങ്ങളിലെ IT കമ്പനികൾ ഇപ്പോൾ ഒരു പുതിയ കാര്യം തുടങ്ങി. എന്താ കാര്യം എന്നറിയോ? ഈ IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന പണിക്കാരെ നോക്കാൻ ഒരു സൂപ്പർവൈസർ ഉണ്ടാവും. ഈ സൂപ്പർവൈസർക്ക് പണി ഓരോ ആൾക്കാരുടെയും പ്രൊഡക്ടിവിറ്റിയെ ഇവാലുവേറ്റ് ചെയ്യാണ്. അപ്പൊ അയാൾ ഇങ്ങനെ നോക്കും, ഇയാളിപ്പോ ഈ ആഴ്ചയിൽ ഇയാളുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ്, ഇതിങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും.
ഇത് ഇവാലുവേറ്റ് ചെയ്ത് ഇയാൾക്ക് തോന്നുകയാണ് ഒരു മനുഷ്യന്റെ പ്രൊഡക്ടിവിറ്റി കുറച്ച് കുറയുണ്ട്, അയാൾ പോരാന്ന് തോന്നിയ എന്താ ചെയ്യാന്നറിയോ, അയാൾക്ക് 3 ദിവസത്തെ ലീവ് അനുവദിക്കും ശമ്പളത്തോടെ. അയാളോട് പറയും നിങ്ങളുടെ ലീവ് 3 ദിവസം ലീവ്. എന്തിനാ 3 ദിവസം ലീവ് അയാൾക്ക്? അയാളോട് പറയും നിങ്ങൾ കുടുംബത്തിലേക്ക് പോവുക, ഭാര്യയും മക്കളും ബാപ്പയും ഉമ്മയും ഒക്കെ ഉള്ള കുടുംബത്തിൽ പോവുക. എന്നിട്ടോ ആ കുടുംബത്തിന്റെ കൂടെ 3 ദിവസം ചെലവഴിച്ച് തിരിച്ചു വരുമ്പോഴേക്ക് അയാൾ റീചാർജ് ആയിണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിലോ 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് മുടിയൊക്കെ എങ്ങനെ ഉണ്ടാവും അല്ലേ? മക്കളെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ, ഭാര്യയെക്കുറിച്ചുള്ള പ്രശ്നം, വീട്ടിലെ പ്രശ്നം അല്ലേ? ചിന്തിച്ചു നോക്ക്. അപ്പൊ അവിടെ അവരെന്താ ചെയ്യണമെന്ന് അറിയോ? ആസ്വാദനം കൂടുമ്പോ, ഇനിയിപ്പോ കുടുംബമില്ലാത്ത ഒരാളാണെങ്കിൽ അയാളുടെ ആസ്വാദനത്തിന്റെ വഴി അയാൾ തേടും. ഹലാലും ഹറാമും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആ രൂപത്തിൽ പോകും. പക്ഷെ അയാൾ തിരിച്ചു വരുമ്പോഴേക്ക് അയാളുടെ പ്രൊഡക്ടിവിറ്റി കൂടിയിരിക്കും. നമ്മളും ഈ തരത്തിൽ ജീവിതം സെറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പൊ ഇത് നമ്മൾ എന്തിനു വേണ്ടിയാ ജീവിക്കണേ? കുറെ പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, മക്കളെ പോറ്റുക, ഓരോ കുറെ പ്രശ്നം, ഭാര്യമാര് ഒൽക്ക് തിന്നാൻ കൊടുക്കുക, കുറെ പ്രശ്നം. അല്ല, ഇതിൻ്റെ ഒക്കെ ഉള്ളില് ആസ്വാദനത്തിന്റെ ഒരു വഴി നമ്മൾ ഉണ്ടാക്കി വെക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? മടുപ്പുണ്ടാക്കാത്ത കാര്യങ്ങൾ ചെയ്യണം. ഈ ഫോണിനകത്ത് ഇരിക്കുകയാണ് യുവാക്കളുടെ ഏറ്റവും വലിയ പണി. സ്ക്രീൻ ടൈം എന്ന് പറയുന്ന ഒരു സാധനം അളക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്ക്. ഒരു മനുഷ്യന്റെ സ്ക്രീൻ ടൈം എത്ര? ഒഴിവുള്ള സമയത്ത് മുഴുവൻ ഫോണ്. ഒരു യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്യുന്ന വഴി പോലും അയാൾ കാണൂല, ഫോണ്. ഇതൊക്കെ നിങ്ങളൊന്ന് മാറ്റിവെച്ച് മടുപ്പില്ല, അതൊക്കെ മടുക്കും എന്നുള്ളതാ പ്രശ്നം. മടുക്കാത്ത സാധനം എന്താ? മടുക്കാത്ത 30 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി. അതിൽ ഉമ്മ ജീവിച്ചിരിപ്പുള്ളവർ കൈ അവിടെ തന്നെ വെച്ചോളൂ, ബാക്കിയുള്ളവർ കൈ താത്തിട്ടോ. 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഉമ്മ ജീവിച്ചിരിപ്പുള്ളവർ അല്ലേ? നിങ്ങളെ ഉമ്മക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 കൊല്ലം പ്രായം ഉണ്ടാവും, 50 വയസ്സുണ്ടാവും അല്ലേ? ശരി, ഇനി ശരിക്കും ശ്രദ്ധിക്കണേ. ഉമ്മാനെ മടുത്തവർ കൈ പൊക്കിക്കോളൂ, ബാക്കിയുള്ളവർ കൈ താത്തിട്ട്. ഉമ്മാനെ മടുത്തവർ കൈ പൊക്കിക്കോളൂ അല്ലേ? 30 കൊല്ലമായിട്ട് നിങ്ങൾക്ക് ഉമ്മാനെ മടുത്തില്ല? ഇല്ല? എന്താ ഉമ്മനെ മടുക്കാത്ത? ഭാര്യനെ മടുത്തോ? മക്കളെ മടുത്തോ? 18 വയസ്സ് പ്രായം, അതിന്റെ മുകളിലേക്ക് പ്രായമുള്ള മക്കളുള്ളവർ കൈപൊക്കിയേ. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള മക്കളുള്ളവർ. ശരി, മക്കളെ മടുത്തോ? അപ്പൊ ഒരു കാര്യം നമ്മൾ ഓർക്കുക, എന്തും മനുഷ്യനും മടുക്കും. പുതിയതായി കാറ് വാങ്ങിയ ആൾക്കാരെന്ന് കൈപൊക്കിയേ. ഒരു വർഷത്തിനുള്ളിൽ പുതിയ കാറ് വാങ്ങിയ ആൾക്കാരെന്ന് കൈപൊക്കിയേ. ഒരു വർഷത്തിനുള്ളിൽ ഏതാ കാറ് വാങ്ങിയേ? പക്ഷെ പേരറിയില്ലേ? ഏതാ കാറ് വാങ്ങിയേ? ശരി, പിന്നെ പുതിയ കാറ് വാങ്ങിയൊരു കൈപൊക്കിയേ. നിങ്ങളെ പഴയ കാറിന് എന്തായിരുന്നു കുഴപ്പം? പഴയ കാറിന് എന്തേ കുഴപ്പം? ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് മടുത്തതാ. ഉണ്ടോ? പുതിയ ഫോൺ വാങ്ങിയ ആൾക്കാരുണ്ടാവും. പഴയ ഫോൺ എന്തേ കുഴപ്പം? ഇത് എന്താന്നറിയില്ല, ഒരു സ്ലോ, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് മടുത്തു. ഒരു 2 കൊല്ലം യൂസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മടുത്തു. പുതിയ വേർഷൻ വന്നു, കാര്യങ്ങൾ വന്നു, അപ്പൊ പുതിയൊക്കെ മാറണം. ഇത് മടുത്തു. പുതിയ കാറ് വാങ്ങിയപ്പോ എന്തായിരുന്നു ഇതിന്റെ പോരിശ? ഇതിന്റെ മോനെ എന്താ കാറ് അല്ലേ? ഇപ്പോഴോ അത് 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞ് 5 കൊല്ലം ആകുമ്പോഴേക്ക് മടുത്തു. നിങ്ങൾ നോക്ക്, ഒരു കാറ് കമ്പനി ഉണ്ടാക്കുന്നത് 5 കൊല്ലത്തേക്ക് 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കാനാണ് അത്രേ. അതാണ് കാറിന്റെ കപ്പാസിറ്റി. അവിടെ എല്ലാ കാറും കമ്പനിയും 5 കൊല്ലം വാറണ്ടിയൊക്കെ കൊടുക്കും മാക്സിമം. ഒരു കാർ ഉണ്ടാക്കുന്നത് 5 കൊല്ലത്തേക്ക് 1 ലക്ഷം കിലോമീറ്റർ. അത് ഓടിയാ പിന്നെ കാറ് കഴിഞ്ഞ്. കാറ് കമ്പനിക്ക് അറിയാം 5 കൊല്ലം കഴിയുമ്പോൾ ഇത് മടുക്കുന്നു. എന്നിട്ട് നമ്മൾ പുതിയൊരു കാറ് വാങ്ങും. ആ കാറിൽ പുതിയത് എന്താ ഉള്ളത്? നിങ്ങൾ പുതിയത് വാങ്ങിയ കാറിന് ക്ലച്ച് ഇല്ലേ, ബ്രേക്ക് ഇല്ലേ, ആക്സിലേറ്റർ ഇല്ലേ, ഹോണില്ലേ, സ്റ്റിയറിംഗ് ഇല്ലേ? നോക്ക് നിങ്ങള്. അപ്പൊ നമുക്ക് മടുക്കും, എന്തും. ഫോണ് മടുക്കും, ഫോണിൽ കാണുന്നത് മടുക്കും, നമ്മുടെ കാറ് മടുക്കും, എല്ലാം മടുക്കും. പക്ഷെ ഈ മടുക്കാത്തൊരു സാധനം ബന്ധങ്ങളാണ്. മക്കളെ മടുക്കൂല, ഭാര്യയെ മടുക്കൂല, ഉമ്മയെ മടുക്കൂല, ബാപ്പയെ മടുക്കൂല. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക്,
നമ്മുടെ ജീവിതത്തിൽ മടുപ്പില്ലാത്ത കാര്യങ്ങൾ ആസ്വദിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ സ്ട്രെസ് നിന്ന് മാറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും മികച്ച ആസ്വാദനമുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ്. അതിന് 1-2 കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അതിന് ഏറ്റവും നല്ലത് ഒരു റുട്ടീൻ ഉണ്ടാവുക എന്നതാണ്. ഒരു റുട്ടീൻ, ഒരു ദിനചര്യ. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഉറക്കണം. ഒരു 25 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു മനുഷ്യൻ നന്നായി ഉറങ്ങണം. നമ്മൾ ഉറങ്ങണ സമയങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്ക്. എല്ലാ പണി രാത്രിയാ. ചില ആൾക്കാർ രാത്രി ഇരുന്നാ പണിയെടുക്കുക എല്ലാം, അല്ലേ? കുറേ ഗ്രൂപ്പ് വിസ്ഡത്തിന്റെ ഭാരവാഹിയ, എത്ര ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പ് മുഴുവൻ നമ്മളെ അഡ്മിൻ, നമ്മൾ മാനേജ് ചെയ്യണം. പിന്നെ കുറെ വിസ്ഡത്തിന്റെ ഗ്രൂപ്പിന് അപ്പുറത്ത് സ്വതന്ത്ര ചിന്തകരുടെ ഗ്രൂപ്പ് കയറി കച്ചറുണ്ടാക്കണം, ഓന്റെ പോസ്റ്റിന് മറുപടി കൊടുക്കണം, അല്ലേ? അതിനിടയ്ക്ക് കെട്ടിയോള് വന്നുകൊണ്ട് നോക്കിയാണ് നിങ്ങൾ ഒരു ചൊറിച്ചിൽ കാലിലുണ്ട്, മുണ്ടാ പോയ അവിടുന്ന് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറ്റം പറഞ്ഞതിന് മറുപടി കൊടുക്കുക. അതിനിടയ്ക്ക് നമുക്ക് മറുപടി അല്ലേ? ഈ ഫോണും കൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ, ഇതിനിങ്ങനെ മറുപടി കൊടുക്കാൻ നിന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു ജീവിതം നമുക്ക് ഉണ്ടാവില്ല. അകന്നു പോവുക ബന്ധങ്ങളാണ്. ഇത് മാറ്റി വെച്ചുകൊണ്ട് ഒരു റുട്ടീൻ നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്ക്. എഴുന്നേൽക്കാൻ ഒരു സമയം, ചായ കുടിക്കാൻ സമയം, കുടുംബത്തോട് ചെലവഴിക്കാൻ സമയം, ഉമ്മാനെ കാണാൻ, ബാപ്പാനെ കാണാൻ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സമയം കണ്ട് സെറ്റ് ചെയ്ത് നോക്ക് നിങ്ങൾ. അപ്പോൾ വളരെ മനോഹരമായിട്ട് ജീവിതം മുന്നോട്ട് പോകും. ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി ഒരു ഹാഫ് ഡേ എങ്കിലും നിങ്ങൾ മാറ്റി വെക്കണം. അപ്പോഴാണ് ഞായറാഴ്ചയാണ് എല്ലാ പരിപാടി ഉണ്ടാവുക, അല്ലേ? ഞായറാഴ്ചയാണ് മീറ്റിംഗ് ഉണ്ടാവുക. അപ്പൊ ഞായറാഴ്ച അല്ലാത്തൊരു ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും. ഒരു ദിവസത്തിന്റെ അര ദിവസമെങ്കിലും നിങ്ങൾ ഈ ഭാര്യക്കും മക്കൾക്കും വേണ്ടി, വീട്ടിൽ ഉമ്മണ്ട്, ബാപ്പുണ്ട്, ആരും കൂട്ടണ്ട, അവളെ ചേർത്ത് പിടിച്ച് നിങ്ങളൊന്ന് പുറത്തിറങ്ങി നോക്കൂ. ഒരാഴ്ചയിൽ ഒരിക്കൽ ഒരു ഭാര്യയെ പുറത്ത് കൊണ്ടുപോയാൽ ഒരാഴ്ച പിന്നെ ആ പെണ്ണ് ചെയ്യൂല കണ്ടാ. പിന്നെ ഇങ്ങനെ ചീഞ്ഞു തുടങ്ങും. അപ്പൊ എടുക്കണം, എന്നിട്ട് ഒന്ന് കാറ്റൊക്കെ കൊള്ളിച്ച് ബീച്ചിലൊക്കെ കൊണ്ട് തിരിച്ച് ഒരാഴ്ച പിന്നെ അങ്ങനെ പോയിക്കോളും. നമ്മളിത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവൾ പറയാനുള്ള കംപ്ലൈന്റ്. അപ്പോൾ അവളെ കുറ്റമായിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ? ഒരു റുട്ടീൻ സെറ്റ് ചെയ്യുക. എല്ലാറ്റിനും എത്ര സ്ക്രീൻ ടൈം ഉണ്ട് എന്ന് റുട്ടീൻ സെറ്റ് ചെയ്യുക. നന്നായിട്ട് ഉറങ്ങുക, ബന്ധങ്ങളെ ഊഷ്മളമായിട്ട് ചെലവഴിക്കുക, നന്നായിട്ട് നിസ്കരിക്കുക, പ്രാർത്ഥിക്കുക, കാര്യങ്ങൾ ചെയ്യുക. പേഴ്സണൽ സ്ട്രെസ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ചില ആൾക്കാരിങ്ങനെ വരും. ഈ അടുത്ത് ഞാനൊരാളെ കാണാൻ ഭാര്യ കൊണ്ടുവന്ന് പറയാണ്, സാർ ഇയാൾക്ക് എപ്പോഴൊരു വിഷമം. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? ഭാര്യ നല്ല പെണ്ണാണ്, മക്കളൊക്കെ സൂപ്പറാണ്, നല്ല ജീവിതം, പണുണ്ട്. അപ്പൊ അയാൾ വന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് പറയാണ്, സാറേ എനിക്ക് വികാരം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ഞാൻ ഈ വേണ്ടാത്ത വീഡിയോകളിലേക്ക് ഇങ്ങനെ വല്ലാണ്ട് പോകുന്നു. അപ്പൊ ആ മനുഷ്യന്റെ സ്ട്രെസ് എന്താ? പേഴ്സണലാണ്. അത് പരിഹരിക്കാനുള്ളൊരു മാർഗം ഉണ്ടാവണം. എല്ലാം ഉണ്ടായിട്ടും നമുക്കൊരു ആസ്വാദനം കിട്ടുന്നില്ലെങ്കിൽ, ഒരു സുഖം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ആ ജീവിതത്തിൽ സ്ട്രെസ്ഫുൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരും. അവസാനം വല്ല സ്ട്രോക്കോ അറ്റാക്കോ വന്ന് നമ്മൾ മൂലക്കല്ലാവും. ജീവിതം എന്നത് ജീവിക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജീവിക്കണം. ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തിങ്. എല്ലാറ്റിലും പ്രധാനം ജീവിതമാണ്. നമ്മൾ ജീവിച്ചു എന്ന് നമ്മൾ ഉറപ്പിക്കണം. ഈ ഭൂമിയിൽ 50 കൊല്ലം 60 കൊല്ലം ജീവിച്ചിട്ട് നമ്മൾ എന്തായി എന്ന് ചിന്തിക്കണം. നമ്മുടെ ഭാര്യ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞോ? മക്കൾക്ക് നമ്മൾ പ്രിയപ്പെട്ടതായോ? നാട്ടുകാർക്ക് ഇയാൾ സൂപ്പറാന്ന് പറഞ്ഞോ? നമ്മുടെ സുഹൃത്തുക്കള് ഇയാൾ ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞോ? ഇതൊന്നും പറഞ്ഞില്ല എങ്കിൽ നമ്മൾ കുറെ സൈബർ ഇടങ്ങളിൽ നമ്മൾ ഇങ്ങനെ തെരഞ്ഞതും തപ്പിയതും ഒക്കെ നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് സാക്ഷിയായിട്ട് വരും. അപ്പോൾ ജീവിതത്തിൽ ഒരു സുഖം, ഒരു സമാധാനം നമ്മൾ തേടണം, നമ്മൾ കണ്ടെത്തണം. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ തെറ്റിപ്പോവാനുള്ള വഴികൾ ഏറെ സജീവമായ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറയണ്ടല്ലോ, നമുക്ക് സ്വതന്ത്ര ചിന്തയും നിരീശ്വരവാദവും ഒക്കെ കൊടികുത്തി വാഴുകയാണ്. അതിന്റെ പ്രധാന കാരണങ്ങൾ ഈ സോഷ്യൽ മീഡിയകളാണ്. കഴിവതും ഇത്തരം ചിന്തകൾ ഉണ്ടാക്കുന്ന വീഡിയോകളും ഓഡിയോകളും കേൾക്കാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നിങ്ങൾക്ക് കൃത്യമായി ഒരു ദീനീ ബോധം ഇല്ലെങ്കിൽ എത്ര ചോദ്യങ്ങൾ എഴുതി കിട്ടിയെന്നറിയോ? നിങ്ങൾ എത്ര ചോദ്യ, ഇങ്ങനെ ഉണ്ടോ, അങ്ങനെ ഉണ്ടോ,
അപ്പൊ വിശ്വാസികളായ നമുക്ക് പോലും പല സംശയങ്ങളും ഉണ്ട് എന്നിരിക്കെ ഈ സ്വതന്ത്ര ചിന്തകർ ഉയർത്തിവിടുന്ന ഈ നിരീശ്വരവാദികൾ വിടുന്ന ഓരോ പോസ്റ്റിലെ ചോദ്യങ്ങൾ കേട്ടാൽ നമ്മുടെ തലച്ചോറിനകത്ത് വസ്വാസം ഉണ്ടാവും. ബാക്കി പണി പിശാച് ഏറ്റെടുക്കും. അവിടെ കൃത്യമായിട്ട് ട്രെയിനിങ് കിട്ടി ഈ നിരീശ്വരവാദികളോട് വാദിക്കാനുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ വെറുതെ അവരുമായി കോർക്കാൻ പോകരുത്. അത് നിങ്ങളുടെ ഈമാനിന് കോട്ടമുണ്ടാക്കും എന്ന് ഓർക്കുക. അതുകൊണ്ട് അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ച് നിസ്കാരവും നോമ്പും മറ്റു കാര്യങ്ങളുമായി പ്രാർത്ഥനകളുമായി നമ്മുടെ കുടുംബത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് സ്ട്രെസ് ഫ്രീ ആയി ഒരു പ്രശ്നവും നമുക്കില്ലാതെ ഈ പടച്ചോന്റെ ദുനിയാവില് ഭൂമിയിൽ ഇങ്ങനെ സന്തോഷമായി സുഖമായി സ്നേഹത്തോടെ സ്ട്രെസ് ഇല്ലാതെ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും മനോഹരമായി ഒരു യുവത്വമായി മാറുക എന്ന ബോധം നിങ്ങൾക്കുണ്ടാവണം. ഞാൻ ഇവിടെ ഒരു അർദ്ധവിരാമം ഇടുകയാണ്. റബ്ബന ഹബലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.